ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 22-ാം ഭാഗം. കുട്ടികളുണ്ടാവുന്നതെങ്ങനെ? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളുണ്ടാവുന്നതെങ്ങനെയാണ്? ഈ ചോദ്യത്തിന് ഇന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരുവിധം എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന്. ഭ്രൂണശാസ്ത്രം എന്നത് ഇന്ന് വികസിച്ച ഒരു ശാസ്ത്ര ശാഖയാണ്. ഗർഭപാത്രത്തിനകത്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത് എന്നൊക്കെ ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ മാത്രമാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗർഭപാത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്കാനിങ്ങും മറ്റുമൊക്കെ ഈ അടുത്ത കാലത്ത് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നും നമുക്കറിയാം. ഭ്രൂണം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഗർഭപാത്രത്തിൽ ഭ്രൂണം വളരുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ പരാമർശങ്ങൾ, അതിലെ ഓരോ പദങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മൈക്രോസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ആൻ്റണി വാൻ ലീവൻ ഹുക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. 1677 ആൻ്റണി വാൻ ലീവൻ ഹുക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും ചേർന്ന് ലോകത്താദ്യമായി ശുക്ല പരിശോധനയിലൂടെ പുരുഷൻ്റെ ബീജം സൂക്ഷ്മദർശിനിയിലൂടെ കണ്ടെത്തി. എന്നിട്ട് അവർ വിചാരിച്ചത്, അല്ലെങ്കിൽ അവർ കരുതിയത്, ഒരു ബീജത്തിനകത്ത് ഒരു ചെറിയ മനുഷ്യരൂപമുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുട്ടിയുണ്ട് എന്നാണ്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ചിരി വരും. അതായത് പുരുഷ ബീജത്തിൻ്റെ ഒരു ബീജത്തിനകത്ത് ഒരു ചെറിയ മനുഷ്യക്കുട്ടിയുണ്ട് എന്നാണ് 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് എന്ന് കാണുമ്പോൾ നമ്മൾ ഇന്ന് ചിരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഹോമൻകുലസ് എന്നായിരുന്നു ആ ചെറിയ മനുഷ്യരൂപത്തെ അവർ വിളിച്ചിരുന്നത്. ഇപ്പോൾ ബീജത്തിനകത്തുള്ള, പുരുഷ ബീജത്തിനകത്തുള്ള ഈ ഒരു ഹോമൻകുലസ് എന്ന ഈ ചെറിയ മനുഷ്യക്കുട്ടി അത് പിന്നീട് സ്ത്രീയുടെ ഗർഭാശയത്തിലെത്തുമ്പോൾ, ഗർഭപാത്രത്തിലെത്തുമ്പോൾ അവിടെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വളർന്ന് വികസിച്ച് പിന്നെ ഒരു കുഞ്ഞായി മാറുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയതും ധരിച്ചതും ലോകത്തോട് പറഞ്ഞതും. അപ്പോൾ ഈ ഒരു ബീജത്തിനകത്തുള്ള ഈ ഒരു ചെറിയ കുഞ്ഞ്, അത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ആ കുഞ്ഞ് ഗർഭാശയത്തിലെത്തുന്നു, അവിടെ കിടന്ന് വലുതാകുന്നു, പിന്നെ ഒരു വലിയ കുട്ടിയായി മാറുന്നു. ഇങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഇതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരുപാട് ധാരണകൾ, അതിലെ മിക്കതും അബദ്ധധാരണകളായിരുന്നു. സ്ത്രീയുടെ ആർത്തവത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആർത്തവ രക്തം കുഞ്ഞുണ്ടാകാൻ സഹായിക്കുന്നു എന്നൊക്കെയുള്ള തിയറികളും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടായിരുന്നതായി കാണാം. എന്തായിരുന്നാലും വലിയ തെറ്റിദ്ധാരണയിലായിരുന്നു മനുഷ്യ സമൂഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അടുത്ത കാലത്താണ് ആ വിഷയത്തിൽ വലിയൊരു ഡെവലപ്മെൻറ്റ്, വലിയ കണ്ടെത്തലുകൾ, വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇനി രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷ ബീജം കണ്ടെത്തി പിന്നെയും 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീയുടെ അണ്ഡം കണ്ടുപിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ മനുഷ്യക്കുഞ്ഞുണ്ടാകാൻ പുരുഷ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പുരുഷ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എത്തിയാൽ മാത്രം പോരാ, അവിടെ സ്ത്രീയുടെ അണ്ഡവും കൂടി ആവശ്യമുണ്ട്. അതുകൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ പിന്നെയും നൂറ്റാണ്ടുകൾ എടുത്തു എന്നതാണ് അത്ഭുതകരമായ കാര്യം.
അപ്പോൾ പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടി ചേർന്നാൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടി ചേരുക എന്നത് ഇതിൻ്റെ പ്രാഥമികമായ കാര്യമാണ് എന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ ഒരു 2 നൂറ്റാണ്ട് മുമ്പുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ പുരുഷ ബീജം പോലെ സ്ത്രീയുടെ ബീജവും, അതിനും ബീജം എന്ന് പറയാൻ കാരണം മലയാളത്തിൽ പുരുഷൻ്റെ ബീജമെന്ന് പറയും, സ്ത്രീയുടെ അണ്ഡമെന്ന് പറയും. പരിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ നുത്ഫത്ത് എന്നാണ്. പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഈ വിവരം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആനിലും നബി വചനങ്ങളിലും നമുക്ക് കാണാം. സൂറത്തുൽ ഇൻസാൻ 1-2 ആയത്തുകൾ. സൂറത്തുൽ ഇൻസാൻ തുടങ്ങുന്നത് തന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഒരു ഷൈഉം മദ്കൂർ അല്ലാത്ത, അത് മനുഷ്യനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് അവന് ധാരണയുണ്ടോ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇതാണ് ഒന്നാമത്തെ. എന്നിട്ട് അള്ളാഹു പറയാണ്, അവനില്ലാത്ത അവസ്ഥയിൽ നിന്ന്, അവൻ്റെ പേരോ അവൻ്റെ കുറിയോ അവൻ്റെ നാടോ അവൻ്റെ കുടുംബമോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്. അതാണ് രണ്ടാമത്തെ ആയത്ത്. മനുഷ്യനെ നാം പടച്ചു, നാം സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ അംഷാജ്, കൂടിക്കലർന്ന ഒരു ദ്രവണഗണത്തിൽ നിന്ന്, ഒരു ദ്രവഗണത്തിൽ നിന്ന്, ഒരു ദ്രാവകത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു എന്നാണ്. അപ്പം ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ, കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് അല്ലെങ്കിൽ ദ്രവത്തിൽ നിന്ന്, ദ്രാവകത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഴയകാല മുഫസ്സിറുകളും ശേഷം വന്ന മുഫസ്സിറുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നുത്ഫത്തുൻ അംഷാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും നുത്ഫ കൂടിച്ചേർന്നത് എന്നാണ്. കൗതുകകരമാണ് ഈ വിഷയത്തിലുള്ള പഠനങ്ങൾ. വളരെ മുമ്പേ ഉള്ള മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം, അർത്ഥം സ്ത്രീയുടെയും പുരുഷൻ്റെയും നുത്ഫ കൂടിച്ചേർന്നത് എന്നാണ്. നുത്ഫത്തുൻ അംഷാജ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനും പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവുമായ തർജുമാനുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, പിന്നീട് താബിഈ പണ്ഡിതരായ മുജാഹിദ്, ഇക്രിമ, ഹസനുൽ ബസരി, റബീഅ് റളിയല്ലാഹു അൻഹും ജമീഅൻ, ഇവരെല്ലാവരും ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് നുത്ഫത്തുൻ അംഷാജ് എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്രവങ്ങൾ എന്നാണ്. അപ്പോൾ പുരുഷദ്രാവകം, സ്ത്രീദ്രാവകം, ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന മിശ്രിതത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഈ മിക്സ് ചെയ്ത ബീജത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന്. മലയാളത്തിൽ ബീജം എന്ന് പറയും, അതുപോലെ തന്നെ സ്ത്രീക്ക് അണ്ഡം എന്ന് പറയും. പക്ഷെ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ, അറബിയിലുള്ള നുത്ഫ എന്ന പദം പുരുഷ ബീജത്തിനും സ്ത്രീയുടെ അണ്ഡത്തിനും പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇംഗ്ലീഷിൽ ഇതിന് ഗാമിറ്റ് എന്ന് പറയും. അതാണ് നുത്ഫത്ത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, സൂറത്തുൽ മുഅ്മിനൂൻ 13-ാമത്തെ ആയത്ത്. പിന്നീട് ഒരു ഭദ്രമായ സ്ഥലത്ത് അതിനെ ഒരു സിക്താണ്ഡമായി നാം അതിനെ നിശ്ചയിച്ചു അല്ലെങ്കിൽ വെച്ചു എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലും പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ആണിൻ്റെ ബീജത്തിൽ നിന്നും പെണ്ണിൻ്റെ ബീജത്തിൽ നിന്നുമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആയത്തുണ്ടല്ലോ, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. എത്ര ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ ആയത്ത്. ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം മനുഷ്യനെ പടച്ചിട്ടുള്ളത്. ആണിൻ്റെ ബീജം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പെണ്ണിൻ്റെ അണ്ഡം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് എന്നാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ബീജം എന്ന് പരിഭാഷപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. നുത്ഫ എന്നാണ് ആ വാക്ക്, അതിൻ്റെ അർത്ഥം
ഇപ്പോൾ 1863 പ്രസിദ്ധീകരിച്ച അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കാണാം അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം പേമ ഓഫ് എ മാൻ ആൻഡ് ഓഫ് എ വുമൻ. കൃത്യമായ അർത്ഥം അതിൽ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിൽ പറയുന്നു, അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന. അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ. അപ്പോൾ ഈ സ്രവിക്കപ്പെടുന്ന ഈ സ്രവത്തിൽ നിന്നും വളരെ നിസ്സാരമായ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് മനുഷ്യഭ്രൂണമായി വളർച്ച പ്രാപിക്കുന്നത് എന്നതിൽ നിന്ന് വ്യക്തം. അഥവാ ഒരു ശുക്ലം സ്രവിക്കുമ്പോൾ 4 കോടി മുതൽ 100 കോടി വരെയുള്ള ബീജകോശങ്ങൾ അതിലുണ്ടാകും എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരേ ഒരു ബീജകോശമാണ് അണ്ഡവുമായി സംയോജിക്കുന്നത്. അങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്, സിക്താണ്ഡം ഉണ്ടാകുന്നത്. അഥവാ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സ്രവിക്കപ്പെടുന്ന ഈ ദ്രാവകങ്ങളിൽ നിന്ന് വളരെ നിസ്സാരമായ ഒന്നുപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നുത്ഫ ഉണ്ടാക്കുന്നത്. കോടിയിലൊരംശമാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം ആണ് പിന്നീട് അണ്ഡവുമായി കൂടിച്ചേർന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആനിൽ മാത്രമല്ല ഹദീസുകളിലും ഇക്കാര്യം പറഞ്ഞതായി നമുക്ക് കാണാം. ഗർഭധാരണത്തിന് പുരുഷന്റെ ശുക്ലത്തിന് പുറമെ സ്ത്രീയുടെ സ്രവവും ആവശ്യമാണ് എന്ന് ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ അസ്ൽ ഫഖാല മാ മിൻ കുല്ലിൽ മാഇ യകൂനുൽ വലദ്. ഈ അസലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സ്രവത്തിൽ നിന്നും കൂടിയല്ല കുഞ്ഞുണ്ടാകുന്നത്. അഥവാ സ്രവിക്കപ്പെടുന്ന മുഴുവൻ ശുക്ലത്തിൽ നിന്നും അല്ല കുഞ്ഞുണ്ടാകുന്നത്, അതിൻ്റെ വളരെ ചെറിയൊരു അംശത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടുക്കാൻ ആർക്കും കഴിയില്ല എന്നും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് അന്ന് വയറ്റിനകത്ത് നടക്കുന്ന ഈ ബീജസങ്കലനത്തെക്കുറിച്ച്, അതിൻ്റെ റീപ്രൊഡക്ഷനെക്കുറിച്ച്, അതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഖുർആനും ഹദീസും പറയുന്നത് എന്നാലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.